അപ്പോൾ എന്തിനാണ് ഞാൻ സപ്ലിമെന്റ്സ് കഴിക്കുന്നത്? ഇതിന് മെയിനായിട്ട് 3 റീസൺസ് ആണുള്ളത്: പ്രാക്ടിക്കാലിറ്റി, കൺവീനിയൻസ്, ടാർഗറ്റഡ് ന്യൂട്രീഷൻ. ഒന്നും എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിനുവേണ്ടി പ്രോട്ടീൻ തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇത് 200 ഗ്രാം ചിക്കൻ, ഇത് 2 സ്കൂപ്പ് വേ പ്രോട്ടീൻ. ഈ ചിക്കൻ ആണെങ്കിൽ വാങ്ങി കഴുകി വൃത്തിയാക്കി കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ. പ്രോട്ടീൻ ആണെങ്കിൽ ഒരു 500 ml വെള്ളം എടുത്ത് അതിൽ മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി. ഇത് 2 കഴിച്ചാലും നിങ്ങളുടെ ബോഡിയിൽ എത്തുന്നത് ഏകദേശം 50 ഗ്രാം പ്രോട്ടീനാണ്. അപ്പോൾ വേ പ്രോട്ടീൻ കഴിക്കുന്നത് ചിക്കൻ കഴിക്കുന്നതിലും വളരെ കൺവീനിയൻ്റ് ആണ്. അടുത്തത് പ്രാക്ടിക്കാലിറ്റി. അഥവാ ഞാൻ ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ ഇത്രയും ചിക്കൻ കുക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേ പ്രോട്ടീൻ ആണെങ്കിൽ അത് ഇതുപോലെ ഒരു കണ്ടെയ്നറിലിട്ട് എൻ്റെ വാട്ടർ ബോട്ടിൽ അടിയിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കാം. ടാർഗറ്റഡ് ന്യൂട്രീഷൻ. 200 ഗ്രാം ചിക്കനിൽ 28 ഗ്രാം ഫാറ്റും 450 കാലറി എനർജിയുമാണുള്ളത്. പക്ഷേ 2 സ്കൂപ്പ് വേ പ്രോട്ടീനിൽ വെറും 2 ഗ്രാം ഫാറ്റും 240 കാലറി എനർജിയുമാണുള്ളത്. പ്രോട്ടീൻ മാത്രമാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ചിക്കനേക്കാൾ എത്രയോ നല്ലത് വേ പ്രോട്ടീനാണ്. അതുകൊണ്ട് തന്നെ കൺവീനിയൻസിനോ പ്രാക്ടിക്കാലിറ്റിക്കോ അല്ലെങ്കിൽ ടാർഗറ്റഡ് ന്യൂട്രീഷനോ വേണ്ടിയോ ആയിരിക്കണം നിങ്ങൾ സപ്ലിമെന്റ്സ് കഴിക്കുന്നത്. അല്ലാതെ സപ്ലിമെന്റ്സ് ഒരിക്കലും ഒരു മാജിക് ഫുഡല്ല. സപ്ലിമെന്റ്സ് കഴിച്ചെന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ ഫിറ്റ്നസ് ഗോളിൽ പെട്ടെന്ന് എത്താനും പോകുന്നില്ല. സോ ഓൾവേസ് പ്രിഫർ നാച്ചുറൽ ഹോൾ ഫുഡ്സ് ഓവർ സപ്ലിമെന്റ്സ്. ബി ഹെൽത്തി, വർക്കൗട്ട് സേഫ്, ജിപ് ലിഫ്റ്റ്സ്.